ഹായ്, നമസ്കാരം. അപ്പം നമുക്ക് ചെമ്പനീർ പോകുന്ന സീരിയലിൽ സച്ചിയുടെയും രേവതിയുടെയും ഇന്നത്തെ കഥ കേട്ടാലോ? എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ സച്ചിയും രേവതിയും ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് വർഷയും ശ്രീകാന്തും കൂടി വന്ന് എങ്ങനെ ഏട്ടത്തി ഈ ആക്സിഡൻറ്റ് പറ്റിയെന്നൊക്കെ ചോദിക്കുന്നു. പറയും അത് ഞാനിങ്ങനെ സ്കൂട്ടറിൽ നിന്ന് വീണതാ ശ്രീകാന്തെ, ശ്രദ്ധിച്ചില്ല, അങ്ങനെ സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞ് വർഷയും ശ്രീകാന്തിനെയും പറഞ്ഞ് വിശ്വസിപ്പിക്കും. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രമതി അങ്ങോട്ട് വരുന്നു. അപ്പം വർഷ പറയും, ആൻറ്റി വരുന്നുണ്ട് ചേച്ചി, നമുക്ക് വഴക്ക് കൂടാമെന്ന് പറയും. അപ്പോഴത്തേക്ക് പെട്ടെന്ന് സച്ചിയും ശ്രീകാന്തും എല്ലാം കൂടി നോക്കി ഇങ്ങനെ ചിരിക്കുകയാണ്. വർഷയും രേവതിയും കൂടി തമ്മിലിങ്ങനെ സംസാരിക്കുകയാണ്. ചന്ദ്രമതി ഇഷ്ടമാണല്ലോ ഇവർ തമ്മിൽ ഫൈറ്റ് കൂടുന്നത്. അപ്പോൾ പറയും, നിങ്ങൾ നോക്കാതെ വണ്ടി ഓടിച്ചിട്ടുണ്ടല്ലോ ഇപ്പോൾ അപകടം ഉണ്ടായത്, ഇത് നിനക്കങ്ങനെ അറിയാം, ഞാനല്ലേ വണ്ടി ഓടിച്ചതെന്ന് പറയും. നിങ്ങൾക്ക് അടുക്കളയിൽ കയറി ജോലി ചെയ്യാതിരിക്കാൻ നിങ്ങൾ അഭിനയിക്കുമെന്ന് പറയും. അപ്പം എനിക്കങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ചന്ദ്രമതി അത് കേട്ടുകൊണ്ട് വരുന്നുണ്ട്. ചന്ദ്രമതിക്ക് അതങ്ങ് ഇഷ്ടപ്പെടും. ഇവർ തമ്മിൽ തല്ലുകൂടുന്നതാണല്ലോ ചന്ദ്രയ്ക്ക് ഇഷ്ടം. അപ്പോഴത്തേക്ക് പറയും, വിട് വർഷേ, ഇവളോട് പറഞ്ഞിട്ട് കാര്യമില്ല, അവൾക്ക് ജോലി ചെയ്യാൻ പറ്റാത്തതിന് അവൾ തലയിൽ ഒരു ബാൻഡേജ് വലിച്ചിട്ടിക്കൊണ്ടിരിക്കുകയെന്ന് പറയും. അപ്പോൾ ശ്രുതി എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ പറയും, അപ്പോൾ ശ്രുതി ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ ചോദിക്കും, നീ എവിടെ പോയി ശ്രുതി? ഞാനൊന്ന് ക്ഷേത്രത്തിൽ വരെ പോയതാ ആൻറ്റി, ഒരു സന്യാസി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അമ്പലത്തിൽ, അപ്പോൾ ഒന്ന് കാണാൻ പോയതാ. അപ്പം ഞാൻ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി, അപ്പോൾ ആൻറ്റിക്ക് വളരെ നല്ല സമയമാണ് എന്ന് പറഞ്ഞ് ചന്ദനക്കുഴയൊക്കെ തൊളിച്ചു കൊടുക്കും. അപ്പോൾ രേവതിയുടെ കാര്യം നോക്കി, രേവതിക്ക് ഇപ്പോൾ സമയം വളരെ മോശമാണ്, അതുകൊണ്ട് ഇപ്പോൾ അപകടമൊക്കെ നടന്നത്, നല്ലോണം ശ്രദ്ധിക്കണമെന്നൊക്കെ പറഞ്ഞെന്ന് പറയും. ഉടനെ നമ്മുടെ സച്ചി പറയും, അവൾക്കൊരു സമയദോഷമില്ല, അവളുടെ സമയം വളരെ നല്ലതാണ്, അവളുടെ മനസ്സ് നല്ലതാണ്, അതുകൊണ്ട് അവൾക്കൊരാപത്തും വരത്തില്ല, നീ വെറുതെ വേണ്ടാത്തെന്നും പറഞ്ഞ് അവളെ പേടിപ്പിക്കണമെന്ന് പറയും. നീ വിട് ശ്രുതി, അവൻ്റെ അടുത്ത് എന്തെന്ന് അറിഞ്ഞാലും അവന് മനസ്സിലാവത്തില്ല, നീ നിൻ്റെ കാര്യം നോക്കാൻ പറയും. അതിനുശേഷം രാത്രിയാകുമ്പോൾ എങ്ങനെ സച്ചിയുടെ ഫോൺ എടുക്കുമെന്ന് ഇങ്ങനെ നമ്മുടെ ശ്രുതി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. കാരണം ഫോൺ എടുത്തെങ്കിലേ നമ്മുടെ ആൻ്റണിക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോഴത്തേക്ക് കുറച്ച് നേരം കഴിഞ്ഞിരിക്കുമ്പോഴത്തേക്ക് ഒരു കോള് വരും ശ്രീകാന്തിന്. അപ്പോഴത്തേക്ക് കോൾ എടുക്കും. അപ്പോഴത്തേക്ക് ഹലോ പ്രിയ മേഡം എന്ന് പറയും. ശ്രീകാന്ത്, ഞാൻ പറഞ്ഞില്ലേ എന്നെ മേഡം എന്ന് വിളിക്കരുത്, കോൾ മീ പ്രിയ. പറ പ്രിയ എന്ന് പറയും. എനിക്കൊരു റെസിപ്പിയുടെ കാര്യം പറയാനുണ്ടെന്ന് പറയും. റെസിപ്പിയോ? ഉടനെ നമ്മുടെ വർഷം എഴുന്നേക്കും. എന്തിനാടാ ഈ മിഡ് നൈറ്റ് റെസിപ്പി എന്നൊക്കെ പറയുന്നത്? അത് പക്ഷേ പ്രിയ മേഡം, ആരായാലും ഇറങ്ങി പോടാ, എനിക്ക് ഉറങ്ങണമെന്നൊക്കെ പറയും. അങ്ങനെ ഫോൺ എടുത്തുകൊണ്ട് നമ്മുടെ ശ്രീകാന്ത് താഴോട്ട് വരികയാണ്. അപ്പം നമ്മുടെ ശ്രുതി അവൾ ഒളിച്ചിരിക്കുക, എങ്ങനെയെങ്കിലും സച്ചിയുടെ ഫോൺ എടുക്കുക, കാരണം ഇവർ ഹോളിലാണല്ലോ കിടന്ന് ഉറങ്ങുന്നത്. താഴെ വന്നിങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് ശ്രീകാന്ത് എഴുന്ന കണ്ടപ്പോഴത്തേക്ക് ശ്രുതി ഓടി ഇങ്ങനെ ഒളിക്കുമ്പോഴത്തേക്ക് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ശ്രുതി ഇറങ്ങി താഴോട്ട് വരും. അപ്പോൾ ഇവർ തമ്മിൽ കണ്ടുമുട്ടും. അപ്പോൾ ചോദിക്കും, എന്താ അത്? ഞാൻ ഇച്ചിരി വെള്ളം എടുക്കാൻ വന്നതാണെന്ന് പറയും. വെള്ളം എടുക്കാനോ? ഞാനും വെള്ളം എടുക്കാൻ വന്നതാണ് ശ്രുതി, സെയിം പിച്ചെന്നൊക്കെ പറയും. അപ്പം നമ്മുടെ ശ്രീകാന്തിനോട് പ്രിയ സംസാരിക്കുകയാണ്, ഞാൻ ഒരു റെസിപ്പിയുടെ കാര്യം ഇങ്ങനെ നോക്കി, ഒരു ഇന്ത്യൻ റെസിപ്പിയാണ്, അപ്പോൾ അതിന് വേണ്ട കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ട്, അപ്പോൾ ഇത് ഇന്ത്യൻ ഡിഷാണ്, അപ്പോൾ ജിഞ്ചർ വേണം, ഗാർലിക് വേണം എന്നൊക്കെയുള്ള ഇവർ തമ്മിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. വെള്ളം എടുക്കാനായിട്ട് ശ്രുതിയും താഴെ നിൽക്കുമല്ലേ, അപ്പോൾ ഹോളിൽ കിടന്നല്ലേ രേവതിയും സച്ചി ഉറങ്ങുന്ന. ഉടനെ ഇവരുടെ സംസാരം കേട്ടുകൊണ്ട് പെട്ടെന്ന് സച്ചി എഴുന്നേക്കും. എന്താ രണ്ടെണ്ണം കൂടി ഇവിടെ വന്ന് നിൽക്കുന്നത്? എന്തോ ഗൂഢാലോചനയ്ക്ക് വേണ്ടി നിൽക്കുമോ? എന്തോ കള്ളത്തരം ഉണ്ടല്ലോ എന്നൊക്കെ ചോദിക്കും. പിന്നെ കള്ളത്തരം, മര്യാദ കിടന്ന് ഉറങ്ങടാ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയുടെ അങ്ങനെ പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടി വെള്ളം എടുത്തുകൊണ്ട് മേളിൽ കയറിപ്പോവും. അപ്പോൾ നോക്കുമ്പോൾ ശ്രീകാന്ത് ടെറസിന് മേളിൽ നിന്ന് ഫോൺ ചെയ്യുന്നത് ശ്രുതി കാണും. രാത്രി ഭാര്യ ഉറക്കി കിടത്തിയിട്ട് ടെറസിന് മേളിൽ നിന്ന് ഫോൺ ചെയ്യുക, ഗേൾ ഫ്രണ്ട് ആയിരിക്കും, നടക്കട്ടെ എന്നൊക്കെ പറയും. അങ്ങനെ ഞാൻ രാത്രി വിളിച്ച് ബുദ്ധിമുട്ടിച്ചോ ശ്രീകാന്ത് എന്നൊക്കെ പ്രിയ ചോദിക്കും. കുഴപ്പമില്ല മേഡം, നമുക്ക് ഈ റെസിപ്പി നാളെ ഒരുമിച്ചിരുന്ന് ഉണ്ടാക്കാമെന്നൊക്കെ പറയും. ഓക്കെ ശരി, ഗുഡ് നൈറ്റ് എന്നൊക്കെ പറഞ്ഞ് അവർ ഫോൺ സംഭാഷണം അവസാനിപ്പിച്ച് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ വർഷ അവിടെ ഇങ്ങനെ നിൽക്കും. ഉടനെ ചോദിക്കും, ആരാടാ ഇത്രയും നേരം നിന്നോട് സംസാരിക്കാൻ പാടില്ല? അത് പ്രിയ മേഡം, ഒരു റെസിപ്പി നാളെ ഉണ്ടാക്കുന്ന കാര്യം പറയാൻ വേണ്ടി വിളിച്ചതെന്ന് പറയും. നാളെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നീ എൻ്റെ അടുത്ത് നിർത്താതെ സംസാരിക്കണമെന്ന് പറയും. നാളെയോ? അത് പക്ഷേ എനിക്ക് രാവിലെ ഡ്യൂട്ടിക്ക് പോകണ്ടേ, ഇതൊന്നും പറയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വർഷ ദേഷ്യപ്പെട്ടങ്ങ് അകത്തോട്ട് കയറിപ്പോകുന്നുണ്ട്. അപ്പോൾ അതുപോലെ നമ്മുടെ രേവതി കിച്ചണിൽ നിന്ന് പാചകമൊക്കെ ചെയ്യുകയാണ്. കറിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് സച്ചി വരും. നീ എന്താ രേവതി കാണിക്കുന്നത്? മരുന്നൊക്കെ കഴിക്കുന്നില്ലേ? തലയിൽ മുറിവുള്ളതുകൊണ്ട് സ്റ്റിച്ചൊക്കെ ഇട്ടേക്കോ, നീ ശരീരമൊക്കെ ആണെങ്കിൽ ജോലി ചെയ്യണമെന്ന് പ്രത്യേകം ഡോക്ടർ പറഞ്ഞില്ലേ, പിന്നെ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? ഇവിടെ വേറെ ആരുമില്ല ഇതൊന്നും ചെയ്യാൻ, പാലാരേട്ടത്തിയും അമ്മയുണ്ടല്ലോ എന്ന് പറയും. ഞാനല്ലേ സച്ചിയായിട്ട് എല്ലാ ദിവസവും ചെയ്യുന്നത്, പിന്നെ ഇപ്പോൾ എന്താ പ്രത്യേകത? അതുപോലാണോ ഇപ്പോഴത്തെ അവസ്ഥ എന്നൊക്കെ ചോദിക്കും. എന്നെ പറയും, നീ ഒന്നും ചെയ്യണ്ട, നിർത്തുന്നൊക്കെ പറയും. എല്ലാ ജോലിയും തീരാറായി, ഇനി ആ പൂ ഒന്ന് കൊണ്ട് കൊടുത്താൽ മതിയെന്ന് പറയും. പൂ കൊണ്ട് കൊടുക്കാനോ? നിന്നെ കുറച്ച് ദിവസത്തേക്ക് നീ ജോലിക്ക് വിടത്തില്ലെന്ന് പറയും. എന്തോ സച്ചേട്ടായി പറഞ്ഞു, ഞാൻ രാവിലെ എഴുന്നേറ്റ് പൂവെല്ലാം കെട്ടി വെച്ച് മാലയാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയും.
മാല കോർത്ത് വെച്ചു. രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് ഞാൻ മാലയെല്ലാം കോർത്ത് വെച്ചേക്കോ, ഈ പണി കൂടി കഴിഞ്ഞാൽ അത് കൊണ്ട് കൊടുക്കാമെന്ന് പറയും. എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ, ആ സച്ചിയേട്ടൻ നല്ല ഉറക്കമായിരുന്നു. അറിയാം, സച്ചിയേട്ടൻ രാവിലെ ഓട്ടം ട്രിപ്പുണ്ടെന്ന് പറഞ്ഞ് പോകുന്ന സമയത്ത് ഞാനും രാവിലെ എഴുന്നേൽക്കുന്നില്ലേ, അതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല. രാവിലെ എഴുന്നേൽക്കുന്നതുകൊണ്ട് ഈ ജോലി കൂടി തീർത്ത് കഴിഞ്ഞാൽ ഞാൻ അത് കൊണ്ട് കൊടുത്തിട്ട് വരാമെന്ന് പറയും. തൽക്കാലം നീ ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും കൂടി വരാമെന്ന് പറയും. അപ്പോഴത്തേക്കും സച്ചിയേട്ടൻ എന്നോട് വരാനും, നിന്നെ ഈ അവസ്ഥയെ ഞാൻ ഒറ്റയ്ക്ക് വിടത്തില്ലെന്ന് പറയും. ഉടനെ നമ്മുടെ വർഷം പറയും, കണ്ടോ, അതാണ് സ്നേഹമുള്ള ഭർത്താവ്. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറയും, കണ്ടോ വർഷം പറഞ്ഞ കേട്ടോ എന്ന് പറയും. എൻ്റെ കൂടെ വന്നാലേ സച്ചേട്ടനെ ഇന്നത്തെ ട്രിപ്പ് മുടങ്ങുമെന്ന് പറയും. ട്രിപ്പ് പോയാൽ സച്ചേട്ടന് കാശ് കിട്ടത്തില്ല, എൻ്റെ കൂടെ വന്നാൽ ഒന്നും കിട്ടത്തില്ലെന്ന് പറയും. അത് കുഴപ്പമില്ല, നീ എനിക്ക് വണ്ടിക്കൂലി തന്നാൽ മതിയെന്ന് പറയും. ഞാൻ പൈസ തന്നിട്ട് സച്ചേട്ടന് മേടിച്ചത് തന്നെ. ശരി, കാറിൽ വരണ്ട, നിൻ്റെ കൂടെ സ്കൂട്ടറിൽ ഞാൻ വരാമെന്ന് പറയും. സ്കൂട്ടറിലോ? നിൻ്റെ സ്കൂട്ടർ ഞാൻ ഓട്ടിക്കാം, എൻ്റെ പുറകെ നീ ഇരുന്നാൽ മതിയെന്ന് പറയും. സച്ചേട്ടാ അത് ഒന്നും പറയണ്ട എന്ന് പറയും. അങ്ങനെ അവർ രണ്ടുപേരും കൂടി സ്കൂട്ടർ എടുത്തുകൊണ്ട് നമ്മുടെ പൂ വിൽക്കാനായിട്ട് പോകുന്നതാണ്. അപ്പം അവിടെ വരെ ഇന്നത്തെ കഥ കണ്ടു നിർത്തുന്നത്. അപ്പോൾ ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും കഥ കേൾക്കണം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ഒരു നന്ദി. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. നന്ദി.